കഴിഞ്ഞ ആഴ്ച മുഴുവനും പ്രേക്ഷകരെല്ലാവരും ആഘോഷിച്ചൊരു വിവാഹമായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെയും ആരതിയുടെയും റോബിന്റെയും വിവാഹത്തിന് ശേഷം റോബിൻ ആശുപത്രിയിലായിരുന്ന വാർത്തയും കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. 10-11 ദിവസം നീണ്ടു നിൽക്കുന്ന വിവാഹാഘോഷങ്ങളായതുകൊണ്ട് തന്നെ ഉറക്കം ശരിയാകാതെ വന്നതോടെയും സ്ട്രെസ് കയറിയിട്ടും അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും കാരണം അദ്ദേഹം പെട്ടെന്ന് ഡിസിയായി വീഴുകയായിരുന്നുവെന്നും അതുകൊണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നുവെന്നും പറയുന്നു. ബോധമുണ്ടായിരുന്നുവെങ്കിലും ബോധരഹിതനായി മാറി ക്ഷീണിതനായി അനുഭവപ്പെട്ടതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ പോയി പെട്ടെന്ന് തന്നെ ഹൈഡ്രേറ്റ് ആകാനുള്ള വഴിയും ഡ്രിപ്പും നൽകിയപ്പോഴേക്കും ശരിയായി. കുറച്ച് മണിക്കൂറുകൾ കിടന്നപ്പോഴേക്കും തിരിച്ച് വീണ്ടും പഴയ ഗതിയിലേക്ക് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പൂർണ്ണ എനർജിയോടെ എത്തി. ഇപ്പോഴിത് അതിനുശേഷം നേരെ അസർബൈജാനിലേക്ക് പോവുകയാണ്. 2 വർഷം നീണ്ടു നിൽക്കുന്ന 27 കൺട്രികൾ വിസിറ്റ് ചെയ്യാവുന്ന ഒരു വലിയ പാക്കേജാണ് ഇവർ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ട്രിപ്പാണ് അസർബൈജാൻ. ഇപ്പോൾ ഈ മാസം തന്നെ പോകും എന്നവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിത് അവർ തിരിച്ചിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് വെളുപ്പിനെ തന്നെയാണ് ഇവർ തിരിച്ചതെന്ന് പറയാം. 26-ാം തീയതി തിരിക്കുമെന്ന് നേരത്തെ തന്നെ റോബിനും ആരതിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2 വർഷം നീണ്ടു നിൽക്കുന്ന ഹണിമൂൺ പാക്കേജ് ആണെന്നും ഇരുവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുതൽ തന്നെ പ്രേക്ഷകർ ആവേശകരമായി ഏറ്റെടുക്കുന്ന ഒരു ചിത്രമായി തന്നെ മാറുകയാണ് റോബിന്റെയും ആരതിയുടെയും ചിത്രം. സോഷ്യൽ മീഡിയൻ പ്രേക്ഷകർ തന്നെയാണ് ഇത് ഏറ്റെടുക്കുന്നത്. ആരാധകർക്കും ഇത് വളരെയധികം ഇഷ്ടമാണ്. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളായതുകൊണ്ട് തന്നെയാണ് റോബിന്റെയും ആരതിയുടെയും വാർത്തകൾ പ്രേക്ഷകർ കാതോർത്തിരുന്ന് കേൾക്കുന്നതും. ഡോക്ടർ റോബിൻ ഇപ്പോൾ ബിഗ് ബോസിലൂടെ എത്തി പ്രശസ്തിയിലെത്തിയവനാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ റോബിന് പ്രശസ്തി എന്താണെന്ന് വളരെയധികം നന്നായി അറിയാം. കഷ്ടപ്പെട്ട് അധ്വാനിച്ചതാണെന്ന് അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്. ബിഗ് ബോസിലേക്ക് ഞാൻ വരണമെന്ന് അതിയായി ആഗ്രഹിച്ചു വർഷങ്ങളുടെ പ്രയത്നത്തിൽ എത്തിയതാണ് എന്ന് പലപ്പോഴും പറഞ്ഞിരുന്നു. ബിഗ് ബോസിൽ നിന്ന് കപ്പും വാങ്ങി മാത്രമേ ഞാൻ ഇവിടെ നിന്ന് മടങ്ങൂ എന്നാണ് പലപ്പോഴും റോബിൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. അത് റോബിൻ്റെ ആത്മവിശ്വാസം തന്നെയായിരുന്നു. അത് പലപ്പോഴും പുറത്ത് ജയിക്കുകയായിരുന്നു. ഇതോടെ റോബിൻ്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് റോബിൻ പുറത്തിറങ്ങിയപ്പോൾ അഭിമുഖത്തിനായി ആരതി എത്തുന്നത്. ബിഗ് ബോസ് എന്തെന്ന് പോലും അറിയാത്ത, ബിഗ് ബോസ് കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു ആരതി. ആ ആരതി റോബിനെ അഭിമുഖം ചെയ്തതിലൂടെ അവർ ജീവിതത്തിലേക്കും ഒന്നിക്കുകയാണ്. ആരാണ് റോബിൻ എന്നായിരുന്നു ആദ്യം അഭിമുഖം ചെയ്യേണ്ട ആളുടെ പേര് പറഞ്ഞപ്പോൾ ആരതിപ്പൊടി ചോദിച്ചത്. എന്നാൽ പിന്നീട് ഇതെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ ചെയ്യാമെന്ന് സമ്മതിക്കുകയായിരുന്നു. ആദ്യമൊന്നും കരുതിയില്ല ഇങ്ങനെയൊക്കെ അവസാനിക്കുമെന്ന്. ഒരിഷ്ടം പറഞ്ഞപ്പോൾ ആരതി വീട്ടിൽ പറയാനാണ് പറഞ്ഞത്. വീട്ടിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ഇത് നിർത്താമെന്ന് തീരുമാനിച്ചു. നമുക്കിത് സെറ്റാവില്ല, നമുക്കിത് ഇവിടെ വെച്ച് നിർത്താമെന്ന് തീരുമാനിച്ചെടുത്തതെന്നാണ് ഇന്ന് വിവാഹം കഴിഞ്ഞ അവർ ഹണിമൂൺ പോകുന്നത്. അത്രമാത്രം ആഘോഷമായിരുന്നു ഈ വിവാഹം. കൃത്യം പറഞ്ഞാൽ ഫെബ്രുവരിയിൽ 2 വർഷം മുമ്പായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം നടന്നത്. അതിനുശേഷം പല പ്രശ്നങ്ങളും നടന്നു. അതിനുശേഷം 2 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഇവരുടെ വിവാഹം ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ ഒത്തിരി കഥകളാണ് ഈ കഥകളൊക്കെ തന്നെയും പിന്നിലൂടെ ഉള്ളതെന്ന് പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.